ഹായ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ദുപ്പട്ട സെറ്റാണ്. അപ്പോൾ 3 പീസ് സെറ്റാണ്. ടോപ്പും പാൻറ്റും ദുപ്പട്ടയും കൂടാണ് അവൈലബിൾ ആവുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഓണമൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റിയ ഒരു സെമി പാർട്ടി വെയറാണ്. ഹെവി വർക്കൊന്നുമല്ല, സെമി ആയിട്ടുള്ള ഒരു പാർട്ടി വെയറാണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പീച്ചും വൈറ്റുമാണ് കളർ കോമ്പിനേഷൻ. അവർ ഈ ടോപ്പിൻ്റെ നെഞ്ചിൻ്റെ പോർഷൻ്റെ അവിടെ അവർ ത്രെഡ് വർക്ക് പീച്ച് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കോമ്പിനേഷനിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് നമുക്കതിൽ വ്യക്തമല്ല, എങ്കിലും ചെറിയ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ നെക്കെന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ്. പിന്നെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ അവിടെ ഒന്നും അവർ പ്രത്യേകിച്ച് ഒരു വർക്കും കൊടുത്തിട്ടില്ല. ആകെ ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഇത്രയും വർക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ സ്ലീവൊക്കെ നോർമലായിട്ടുള്ള സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആർട്ട് സിൽക്കാണ്. അപ്പോൾ ആർട്ട് സിൽക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻകാർക്കും അത് സ്യൂട്ടബിൾ അല്ല. കാരണം ചിലവർക്ക് ചൂട് ഭയങ്കരമായിട്ട് കൂടും, ഈ മെറ്റീരിയൽ ഇടുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പം സ്കിൻ ടൈപ്പും നോക്കിയിട്ട് വേണം മേടിക്കാൻ. കാരണം ഇത് അത്യാവശ്യം ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്, നമുക്ക് ഇടുമ്പോൾ ഭയങ്കര ചൂടായിട്ട് തോന്നുന്ന മെറ്റീരിയലാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു നെഗറ്റീവ്. പിന്നെ ഇവരെ ലൈനിങ്ങും ടോപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഒരു തരത്തിലുള്ള വർക്കോ ഒന്നുമില്ല, ആകെ ആ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് പാൻറ്റും ആർട്ട് സിൽക്കാണ്. പാൻറ്റിനകത്ത് പക്ഷേ ഒരു തരത്തിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ടോപ്പിനകത്ത് മാത്രമേ ഉള്ളൂ ലൈനിങ് കൊടുത്തത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് 649 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും 649 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന എമൗണ്ടും. പിന്നെ ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നതും സെയിം ആർട്ട് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. പാൻറ്റിനകത്ത് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാൻറ്റിൻ്റെ ആകെ എൻഡ് പോർഷനിൽ മാത്രമേ അവരൊരു വർക്ക് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം വർക്ക് തന്നെ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പിക്ചർ കാണുമ്പോഴേക്കും ഫ്ലിപ്കാർട്ടിൽ കാണുമ്പോഴേക്കും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറാണ് ആ മോഡലിൻ്റെ ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ഈ കളറാണ്. ഞാൻ ഒരു തരത്തിലുള്ള ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, റിയൽ കളർ ഇത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പാൻറ്റിൻ്റെ സ്ലീവിൻ്റെ അവിടെ ഒരു സൈഡിൽ മാത്രമേ അവർ വർക്ക് കൊടുത്തിട്ടുള്ളൂ, ഒരു സൈഡ് ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ പാൻറ്റിനകത്ത് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മിറർ വർക്ക് പാൻറ്റിനകത്ത് പക്ഷേ കൊടുത്തിട്ടില്ല, ആകെ ആ പീച്ചിൻ്റെ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മോശമായിട്ട് എനിക്ക് തോന്നിയ ദുപ്പട്ടയാണ്. കാരണം ആ പിക്ചറിൽ കാണുമ്പോഴേക്കും ഇതിൻ്റെ കളറും ഭയങ്കര ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഈ ദുപ്പട്ടയെന്ന് പറഞ്ഞാൽ അതിൽ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന നെറ്റിൻ്റെ ടൈപ്പ് ദുപ്പട്ടയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു പീച്ച് കളർ വരുന്ന ദുപ്പട്ടയാണ്. ആ ഫോട്ടോയെക്കാട്ടിലും കുറച്ചും കൂടെ കളർ കൂടിയൊരു ദുപ്പട്ടയാണ്. ദുപ്പട്ട ഭയങ്കര ചീത്തയാവുന്ന ഒരു ദുപ്പട്ടയാണ്, കാരണം അതിൻ്റെ സൈഡൊക്കെ പോയി. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1 വർഷമായി. ഒരു തരത്തിൽ ചുരുങ്ങുമോ അല്ലെങ്കിൽ കളറ് പോവോ ഒന്നുമില്ല, കറക്റ്റ് സൈസ് എടുത്താൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്, തീർച്ചയായിട്ടും മേടിക്കുക.